ഹലോ ഗൈസ്, എന്തൊക്കെ വിശേഷം? ഇന്ന് എൻ്റെ കരിവേപ്പ് മരം കണ്ടാലോ? ഇതിൻ്റെ അയൽവാസിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒടിച്ചതാട്ടോ. കരിവേപ്പ് നമ്മൾ ഒടിക്കുമ്പോൾ ഇങ്ങനെ ഒടിക്കണം കേട്ടോ. ഇങ്ങനെ ഇല്ലിയായിട്ട് ഒടിക്കാതെ കൊമ്പായിട്ട് അങ്ങനെ ഒടിച്ചു വരണം. എന്നാലാണ് പിന്നെ അത് തളർത്തുകൊണ്ട് പുതിയ കൊമ്പുകളൊക്കെ ഉണ്ടാവുള്ളൂ. വലിയ മരമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ നട്ടുപിടിപ്പിച്ച ഉടനെയൊക്കെ ഞാൻ നല്ലോണം നോക്കിയിട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ വല്ലാതെ ശ്രദ്ധിക്കാറില്ല കരിവേപ്പ് മരം. ചെറിയ തൈയാകുമ്പോൾ നമ്മൾ ഈ കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളമൊക്കെ പുളിച്ചത് അതൊക്കെ ഒഴിച്ചു കൊടുക്കും. അതുപോലെ ഉള്ളിത്തോല് അങ്ങനത്തെ പച്ചക്കറി വേസ്റ്റുകളൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ ഉണ്ടായതാട്ടോ ഈ കരിവേപ്പ് മരം. ഇപ്പോൾ ഇത് വലിയ മരമായി. ഇപ്പോൾ എനിക്ക് കരിവേപ്പിനൊരു ബുദ്ധിമുട്ടുമില്ല. ഒരുപാട് കരിവേപ്പുണ്ട്. തൈ ഒരുപാട് അതിന് ചോട്ടിലൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് പുളിയറമ്പ് വന്നിട്ട് കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പുളിയറമ്പ് നല്ലോണം ഉണ്ട് ഒരു മരത്തുമ്മേ. ഇത് വേറൊരു മരം കേട്ടോ. ഒക്കെ കരിവേപ്പ്.